അത് വി എസിനോടുള്ള സ്നേഹം. യെച്ചൂരി എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും വി എസിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു പടം, ഇവർ 3 പേരും കൂടി ഒരു ലിഫ്റ്റിൽ കയറി നിൽക്കുന്ന ഒരു പടമുണ്ട്. യെച്ചൂരിയും കോടിയേരി ബാലകൃഷ്ണനും വി എസ് അച്യുതാനന്ദനും ലിഫ്റ്റിൽ നിൽക്കുന്നു. 3 പേരും ഇപ്പോൾ ജീവനോടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ പാർട്ടി എപ്പോഴും വി എസ് അച്യുതാനന്ദനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് പോകുന്നു എന്ന് പാർട്ടിക്ക് തോന്നിയ സമയത്ത് പോലും പാർട്ടിക്ക് വി എസിനെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വി എസിൻ്റെ ജനപ്രീതി അത്രമേൽ ഉയരെയായിരുന്നു. തൊടാൻ കഴിയാത്ത തരത്തിൽ ജനപ്രീതി കൊണ്ട് വി എസിനെ തൊടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ വി എസിൻ്റെ ജനപ്രീതി ഉയർന്ന് കഴിഞ്ഞിരുന്നു. അത് വി എസ് എന്ന പാർട്ടി നേതാവിൻ്റെ സമയത്തുണ്ടായ ജനപ്രീതിയായി നമുക്ക് പൂർണ്ണമായും കാണാൻ കഴിയില്ല. വി എസ് എന്ന പ്രതിപക്ഷ നേതാവ് വി എസ് എന്ന പാർലമെൻറ്റേറിയൻ ആവുന്ന സമയത്ത്, വി എസ് പാർലമെൻറ്റേറിയൻ ആവുന്ന സമയത്താണ് ആ ജനപ്രീതി ഉണ്ടായി വരുന്നത്. 2001 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വരുന്ന സമയത്താണ് മതികെട്ടാനിലെ കയ്യേറ്റത്തിനെതിരെ മതികെട്ടാൻ മല കയറുന്നത് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് ഒരുപക്ഷെ 80 വയസ്സായിരിക്കാം. 80ാമത്തെ വയസ്സിൽ ചെറുപ്പക്കാർ പോലും കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുന്ന മതികെട്ടാൻ മല കയറുന്ന വി എസ് അച്യുതാനന്ദനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വി എസ് അച്യുതാനന്ദൻ അന്ന് പല വിഷയങ്ങൾക്കുമെതിരെ പോരാടി. പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജനങ്ങളോടൊപ്പം നിന്ന് പോരാടി. അതിനുശേഷം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വി എസ് അച്യുതാനന്ദൻ പോരാട്ടം നടത്തി. അങ്ങനെ വി എസിൻ്റെ ജനപ്രീതി വലിയ രീതിയിൽ ഉയർന്നു നിന്ന സമയത്താണ് 2006 തെരഞ്ഞെടുപ്പ് വരുന്നത്. 2006 തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദന് സീറ്റ് നൽകേണ്ടതില്ല എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നു. അങ്ങനെ ആ പാർട്ടി നേതൃത്വം തീരുമാനിക്കുമ്പോൾ കേരളത്തിൽ CPM എന്ന പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചു. കാരണം AKG സെൻറ്ററിലേക്ക്, AKG സെൻറ്റർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ പാർട്ടി ആസ്ഥാനത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ പ്രകടനം നടത്താറില്ല. ഇപ്പോഴും നടത്താറില്ല, നേരത്തെ നടത്തിയിട്ടില്ല. പക്ഷേ ഒരു പ്രകടനം AKG സെൻറ്ററിലേക്ക് നടന്നിട്ടുണ്ട്. അത് 2006 2006 AKG സെൻറ്ററിന് മുന്നിൽ വരെ പ്രകടനം എത്തി. അത് വി എസ് അച്യുതാനന്ദനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ 14 ജില്ലകളിലും ആ പ്രകടനം നടക്കുന്നത്. അത് കാസർഗോഡ് നീലേശ്വരം മുതൽ തിരുവനന്തപുരത്ത് കളിയിക്കാവിടെയുള്ള ആ പ്രതിഷേധം കാണുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിനെ അങ്ങനെ മാറ്റാറില്ല. കാരണം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നാലും പാർട്ടി അങ്ങനെ സാധാരണഗതിയിൽ ആ തീരുമാനം അങ്ങനെ മാറ്റാറില്ല. പക്ഷേ CPMന് ആ തീരുമാനം അന്ന് മാറ്റേണ്ടി വന്നു. കാരണം വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിനോട് കേരളത്തിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന ആ സ്നേഹം അതിന് കണ്ടില്ല എന്ന് നടിച്ചാൽ ഒരുപക്ഷെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയം പോലും പാർട്ടിക്കുണ്ടായ പശ്ചാത്തലത്തിൽ പാർട്ടി കേന്ദ്ര നേതൃത്വം അതിനകത്ത് തീരുമാനമെടുക്കുന്നു വി എസ് അച്യുതാനന്ദനെ മത്സരിപ്പിക്കാൻ. അന്ന് AKG സെൻറ്ററിൽ പ്രകാശ് കാരാട്ട്, അന്ന് ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടാണ്. പ്രകാശ് കാരാട്ട് വാർത്താ സമ്മേളനം നടത്തി പറയുന്നുണ്ട് വി എസ് വിൽ കണ്ടക്ട് ഇൻ ദ എലക്ഷൻ എന്ന് പറയുന്നുണ്ട്. വി എസിനെ മലമ്പുഴയിൽ നിന്ന് മത്സരിപ്പിച്ച് ജയിക്കുന്നു. വി എസ് അച്യുതാനന്ദൻ നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിച്ചു കയറുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ആയ സമയത്ത് പോലും അന്ന് പാർട്ടിയുടെ വിഭാഗീയത കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മലപ്പുറം സമ്മേളനവുമായി ബന്ധപ്പെട്ട് മലപ്പുറം സമ്മേളനത്തിൽ വി എസിൻ്റെ മത്സരിച്ച ആൾക്കാരെല്ലാം, വി എസുമായി ബന്ധപ്പെട്ട് മത്സരിച്ച ആൾക്കാരെല്ലാം തോക്കുന്നു. പിണറായി വിജയൻ അപ്രമാദിത്വം പാർട്ടിയിൽ നേടിയെടുത്ത് പാർട്ടിയിൽ അതിശക്തനായി പിണറായി വിജയൻ നിൽക്കുന്ന സമയത്താണ് മലപ്പുറം സമ്മേളനത്തിന് ശേഷം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി വരുന്നത്. വി എസ് അച്യുതാനന്ദനെ സാധാരണഗതിയിൽ CPMൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് മുഖ്യമന്ത്രിക്കാണ് ആഭ്യന്തര വകുപ്പ് നൽകുന്നത്. പക്ഷെ അന്ന് ആഭ്യന്തര വകുപ്പ് വി എസ് അച്യുതാനന്ദന് നൽകിയില്ല. അന്ന് IT വകുപ്പും പൊതുഭരണ വകുപ്പും അടക്കമുള്ള വകുപ്പുകളാണ് നൽകിയത്. ആഭ്യന്തരമന്ത്രിയായി കോടിയേരി ബാലകൃഷ്ണനെ പാർട്ടി തീരുമാനിക്കുന്നു. പക്ഷേ വി എസിൻ്റെ പോരാട്ടം പാർട്ടിയോടുള്ള പോരാട്ടവും അഴിമതിക്കെതിരായി പ്രകൃതിക്ക് വേണ്ടിയുള്ള പോരാട്ടമൊന്നും അവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെയാണ് ചരിത്രപ്രസിദ്ധമായ മൂന്നാർ ഓപ്പറേഷൻ നമ്മൾ കാണുന്നത്. നമ്മൾ വി എസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്, അതിപ്പോഴും നമുക്ക് ശ്രദ്ധേയമായി നോക്കിക്കാണാം. പൂച്ചകൾ, 3 പൂച്ചകളെ വിട്ട് വി എസ് അച്യുതാനന്ദൻ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച സമയം. അന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അവർ 3 പേരും അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി അവിടെ കെട്ടിടങ്ങൾ, കയ്യേറിയ കെട്ടിടങ്ങളെല്ലാം ഇടിച്ച് നിരത്തുന്നുണ്ടായിരുന്നു. അന്ന് മൂന്നാറിൽ പോയ ആളാണ് ഞാൻ, അതുകൊണ്ടാണ് എനിക്കത് വ്യക്തിപരമായി കൂടി അറിയാം. മൂന്നാറിൽ ആ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന സമയത്ത് അവിടുത്തെ കെട്ടിടങ്ങൾ, കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് അത് പൊളിച്ചു മാറ്റുന്ന സമയങ്ങളിൽ മൂന്നാറിൽ 1-2 ദിവസം ഇത് കാണാൻ വേണ്ടി പോയിരുന്നു. കാരണം വി എസ് അച്യുതാനന്ദൻ അന്നൊരു പ്രതിബിംബമായി മാറിയ സമയമാണ്. അന്ന്
പാർട്ടിക്കുള്ളിൽ നിന്ന് അതിനുശേഷം ഏതാണ്ട് ഒരു കുറച്ച് ദിവസം ഒരു 2 ആഴ്ച കാലത്തോളം വി എസിൻ്റെ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുപോയെങ്കിലും പിന്നീട് പക്ഷേ അത് വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാരണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില എതിർ ശബ്ദങ്ങൾ ഉയർന്നു വന്നു. ഇടുക്കിയിലെ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് CPI-യിൽ നിന്ന് ചില എതിർപ്പുകൾ, അങ്ങനെ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ അസ്വാരസ്യങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അത് പൂർണ്ണതോതിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന് കഴിഞ്ഞില്ല. ആ പോരാട്ടം ഒരു ഘട്ടത്തിൽ അവസാനിച്ചു. പക്ഷേ VSന്റെ പാർട്ടിക്കുള്ളിലെ പോരാട്ടം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തേക്ക് വരികയാണ്. മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ഒരുപക്ഷെ ദർബാർ ഹാളിലേക്കായിരിക്കും നേരിട്ട് പോവുക. ഇപ്പോൾ 8:30 മണിയായിരിക്കുന്നു. 9 മണിയോടുകൂടി ഇവിടെ നിന്ന് VSന്റെ മൃതദേഹം ഇറക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നല്ല മഴയുണ്ട്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഒരുപക്ഷെ ദർബാർ ഹാളിലേക്കായിരിക്കും കൂടുതൽ ആൾക്കാർ വരുന്നത്. രാവിലെ 6 മണിക്കാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. രാവിലെ 6 മണി മുതൽ തന്നെ വലിയ ജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ VSനെ ഇവിടെ വന്ന് വീണ്ടും കണ്ട് കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് CPM സംസ്ഥാന സെക്രട്ടറിയുമായി സംസാരിച്ച് VS കണ്ട് അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം ദർബാർ ഹാളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. 9 മണിയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. 9 മണിക്ക് തന്നെ ഇവിടെ നിന്ന് മൃതദേഹം നിലവിലെ സാഹചര്യത്തിൽ ഇറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവ്യ.